ഫ്രണ്ട്സ്, അതിരാവിലെ ഞങ്ങൾ എണീറ്റിട്ടുണ്ട് കേട്ടോ. ഞാനും ചേച്ചി മാത്രമേ എണീറ്റിട്ടുള്ളൂ. ഇനി അമ്മയും അച്ഛനും ചേച്ചിയുടെ മക്കളും ഏട്ടന്മാരും എല്ലാവരും എണീക്കാനുണ്ട് കേട്ടോ. ഇപ്പോൾ സമയം ഒരു 4-4:30 ആയിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഞങ്ങൾ എന്തായാലും വേഗം തന്നെ അടുക്കളയ്ക്ക് അങ്ങ് കയറിയിട്ടോ. എന്താണ് സംഭവം എന്ന് വെച്ചാൽ, ഇന്നൊരു ചെറിയ ഫങ്ഷൻ ഉണ്ട് കേട്ടോ വീട്ടിൽ. എൻ്റെ വയറ് കാണാൻ വേണ്ടിയിട്ട് എൻ്റെ വീട്ടിൽ നിന്ന് വരുന്നുണ്ട് കേട്ടോ കുറച്ച് ആൾക്കാർ. അപ്പോൾ എന്തായാലും ഇനി അവർക്ക് വേണ്ടിയിട്ടുള്ള ഓരോ ഫുഡിൻ്റെ ഐറ്റംസുകൾ ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. എന്താണെന്നറിയില്ല, ഭയങ്കര വിശപ്പിട്ട് ഇന്നൊരു പ്രത്യേക ഒരു ദിവസമായിട്ടാണ് തോന്നുന്നത്. അതും മാത്രമല്ല, ഇന്ന് നേരത്തെ എണീച്ചതോടും കൂടിയാണെന്ന് തോന്നുന്നു. എനിക്ക് ഭയങ്കര വിശപ്പുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഒരു ചായ കുടിയിൽ ഒതുക്കാമെന്ന് വിചാരിച്ചിട്ട് കട്ടൻ ചായയും പിന്നെ ഞാൻ ഈ കവറിൽ എന്താണെന്ന് അറിയില്ല, എന്തായാലും നോക്കട്ടെ. അപ്പോൾ ഒരു ചെറിയ കേക്ക് കിട്ടിയിട്ടുണ്ട്. ഞാൻ എന്തായാലും അത് കൂട്ടിയിട്ട് ചായ കുടിക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ ചേച്ചി എന്തായാലും അടുക്കളയിലാണ്, അവൾക്ക് വിശക്കണമൊന്നുമില്ല എന്നാണ് പറയുന്നത്. എന്നാലും ഞാൻ ഒരു ചായ കുടിക്കട്ടെ. ഇപ്പം സമയം ഒരു 7:30 ആയിട്ടുണ്ടാവും. സമയം നോക്കുന്നില്ല കേട്ടോ. എന്തായാലും എൻ്റെ കാഴ്ചപ്പാട്ടിൽ ആ സമയം ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അച്ഛൻ കുളിച്ച് വന്നിട്ടുണ്ട്. പിന്നെ ചെറിയമ്മയും ഏട്ടനും മക്കളൊക്കെ പല്ല് തേക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും കുളിയൊക്കെ കഴിഞ്ഞ് ചായകുടിയിൽ പോയിട്ടോ. പിന്നെ എൻ്റെ കൂട്ടത്തിൽ ചേച്ചി ഉണ്ട് കേട്ടോ ചായ കുടിക്കാൻ. അപ്പോൾ എന്തായാലും ഞങ്ങളെ ചായകുടിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴാണ് എൻ്റെ മൂത്ത ചേച്ചിയും മക്കളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മാമനും എത്തിയിട്ടുണ്ട്, അമ്മായി എത്തിയിട്ടുണ്ട്, കുറേ ആൾക്കാർ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഇങ്ങനെ ഫങ്ഷൻ ഇങ്ങനെ തുടങ്ങിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇനി കുറച്ച് നിമിഷങ്ങളേ ഉള്ളൂ കേട്ടോ അവർ വീട്ടിൽ നിന്ന് വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഫോട്ടോ എടുപ്പും കാര്യങ്ങളൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ എല്ലാ പണികളും കഴിഞ്ഞിട്ടാണ് ഞങ്ങളെല്ലാവരും ഒരുങ്ങിയിട്ട്. അപ്പോൾ ഞാൻ സെറ്റ് മുണ്ടാണ് കേട്ടോ എടുത്തത്. കാത്തിരുന്ന് അവർ എത്തിയിട്ടുണ്ട് കേട്ടോ. എന്തായാലും എനിക്കുള്ള സാധനങ്ങളുമായിട്ട്. അപ്പോൾ അമ്മയും നാത്തൂന്മാരും എല്ലാവരും ഉണ്ട് കേട്ടോ. പിന്നെ അമ്മായും മാമനൊക്കെ എത്തിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും അമ്മായും മാമനും അപ്പുറത്ത് കൂടെ വരികയാണ് കേട്ടോ. അപ്പോൾ ആ മാമന് വയ്യ. അപ്പോൾ ആ കയ്യും പിടിച്ച് മാമനൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇനി വെള്ളം കൊടുക്കണം, ഫുഡ് കൊടുക്കണം. അപ്പോൾ എന്തായാലും അവരിങ്ങനെ വർത്തമാനത്തിലാണ് കേട്ടോ. കൂടെ ഞാനും ഉണ്ട് കേട്ടോ. പിന്നെ ഞങ്ങളിതാ ഫുഡ് കഴിക്കാനായിട്ട് ഇരുത്തിയിട്ടുണ്ട് കേട്ടോ കുറച്ച് പേരെ. അപ്പോൾ എന്തായാലും അവരിങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കുറച്ച് ആൾക്കാർ ബിരിയാണിയും കുറച്ച് ആൾക്കാർ പച്ചക്കറിയാണ് കേട്ടോ കഴിച്ചത്. അപ്പോൾ എന്തായാലും അവരിങ്ങനെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. കുറച്ച് വീഡിയോ ഞാൻ എന്തായാലും എടുക്കാൻ വിട്ടുപോയിട്ടുണ്ട് കേട്ടോ. അവരെന്തായാലും പോയതിന് ശേഷമാണ് പിന്നെ ഞാൻ എടുത്തത്. ഞങ്ങളെ ഫുഡടിയും കഴിഞ്ഞു. ഇനി അച്ഛനും ഏട്ടന്മാരും മാമന്മാരും മാത്രമേ കഴിക്കാനുള്ളൂ കേട്ടോ. അവർ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ നാട്ടിലൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ ഞാനിവിടെ ഇരിക്കുന്നത്. പിന്നെ കുറച്ച് അവരെല്ലാവരും പോയതിന് ശേഷമാണ് കേട്ടോ മഴ പെയ്തത്. എന്തോ ഒരു ഭാഗ്യം കൊണ്ട് മഴ പെയ്തിട്ടില്ല കേട്ടോ. ഇന്നലെയും മഴ പെയ്തിട്ടില്ല, ഇന്നും ഒരു ഉച്ച വരെ മഴ പെയ്തിട്ടില്ല കേട്ടോ. അവർ പോയതിന് ശേഷമാണ് മഴ തുടങ്ങിയത്. അപ്പോൾ മഴയൊക്കെ ഒരുവിധം അമർന്നു. അപ്പോൾ നമുക്ക് എന്താണ് അവർ കൊണ്ടുവന്നത് നോക്കിയാലോ. അപ്പോൾ ഇതെന്തായാലും പലഹാരപ്പൊതിയാണ്. അപ്പോൾ 9 കൂട്ടം പലഹാരങ്ങളൊക്കെ ഉണ്ട് എന്ന് ഹസ്ബൻഡ് ഇതിൻ്റെ മുന്നേ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് എന്തൊക്കെയാണെന്നൊന്ന് പൊട്ടിച്ച് നോക്കാം കേട്ടോ. അപ്പോൾ ചേച്ചിയും അമ്മയാട്ടോ പൊട്ടിക്കുന്നത്. അപ്പോൾ ഞാനിങ്ങനെ വീഡിയോ എടുക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും അവരിത് തുറന്ന് നോക്കട്ടെ.
അപ്പോൾ ഇതാക്കണം 9ാം മാസ ചടങ്ങ് ഇവിടെ പൂർത്തിയായിട്ട്. അപ്പോൾ ഇതാ രാത്രി നേരത്ത് മക്കളെല്ലാവരും കൂടി നല്ല കളിയിലാണ് കേട്ടോ. ഏട്ടനും ചേച്ചിയുടെ മക്കളും ഒക്കെ ഡാൻസാണ് കേട്ടോ ഇവിടെ. അപ്പോൾ എന്തായാലും ഈ വീഡിയോ ഒക്കെ ഇഷ്ടമാവണമെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, ടാറ്റാ, ബൈ ബൈ.